ജന്തർ മന്ദറിൽ പോരാട്ടം കടുക്കുന്നു. അനുനയവുമായി കേന്ദ്രം. സമരം ശക്തമാക്കി കോക്രോച്ച് ജനതാ പാർട്ടി. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 24ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന സൂചനയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ്. നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ ആശങ്കകളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം ശക്തമാകുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഈ അനുനയ നീക്കം. ഇതിനിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും സന്ദർശിച്ചു. ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത വാങ്ചുക്കിനെ ഗുഡ്ഗാവിലെ മെദാന്ത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കനത്ത സുരക്ഷയ്ക്കിടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ ICUവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ചികിത്സ തുടരുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു പകരം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തടസ്സപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിടുകയാണ് പ്രതിപക്ഷമെന്ന് അദ്ദേഹം ആരോപിച്ചു. ചലോ സൻസദ് മാർച്ചിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിലായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കാനാണെന്നും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ രാഷ്ട്രീയ ലാഭമാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതെന്നും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കരുതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധക്കാർ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല. പോലീസ് കഴിഞ്ഞ ദിവസം സമരവേദി ഒഴിപ്പിച്ചുവെങ്കിലും രാത്രി വൈകി അവർ വീണ്ടും ജന്തർ മന്ദറിൽ ഒത്തുകൂടി. കനത്ത മഴയും പോലീസ് നടപടികളും സമരവീര്യം തകർത്തില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രതികരണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് പ്രതിഷേധം തുടരുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അവഗണിക്കുകയാണെന്നും BJP അഹങ്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സമരക്കാർ ആരോപിക്കുന്നു. സമരം വീണ്ടും ശക്തമായതോടെ പാർലമെന്റിലേക്കുള്ള പാതയിലും പ്രധാന കേന്ദ്രങ്ങളിലുമെല്ലാം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ വീണ്ടും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളും സമരവേദിയിലെത്താൻ സാധ്യതയുള്ളതിനാൽ ഡൽഹി പോലീസ് അതീവ ജാഗ്രത തുടരുകയാണ്. പാർലമെന്റിനകത്ത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം പറയുമ്പോൾ തെരുവിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരക്കാരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ സമരം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ.